ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. നിങ്ങളെല്ലാവരും ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നതറിഞ്ഞില്ലേ? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് ALP എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും സംശയമാണ്, എന്താണ് ALP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് ALPയുടെ എക്സാമിന് എത്ര സ്റ്റേജസ് ആയിട്ടായിരിക്കും എക്സാം, എന്താണ് ജോലി എന്ന് പറയുന്നത്, എത്ര രൂപ ശമ്പളം കിട്ടും, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ALP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ALP എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ തീവണ്ടി ഓടിക്കുന്ന ആൾ, അല്ലേ? തീവണ്ടി ഓടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ തീവണ്ടി ഓടിക്കുന്ന ആളെയാണ് നമ്മൾ ലോക്കോ പൈലറ്റ് എന്ന് വിളിക്കുന്നത്. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, ലോക്കോ പൈലറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ, അല്ലേ? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അപ്പോൾ എന്താണ് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ എന്താണ്? ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech, ശരിയല്ലേ? യെസ്. അപ്പോൾ ഒരു ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ജോലിയാണ്, പ്രത്യേകിച്ച് ITI ഒക്കെ കഴിഞ്ഞ് വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു ജോലി തന്നെയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമാവുക എന്നുള്ളത്. അതിൽ തന്നെ ALP എന്ന് പറയുന്നത് മികച്ച ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ ALPയുടെ എക്സാമിന് ആദ്യം നമുക്കുള്ളത് CBT 1 എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റേജാണ്. CBT 1. ഈ CBT 1 എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. അതായത് CBT 1ൻ്റെ മാർക്ക് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഫാക്ടറായിട്ട് വർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് CBT 2ലേക്കുള്ള ഒരു എൻട്രൻസ് ആണ് ശരിക്കും CBT 1 എന്ന് പറയുന്നത്. അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ ഒരു ക്വാളിഫയിങ് നേച്ചറാണ് CBT 1നുള്ളത്. CBT 1ൽ എന്തൊക്കെയാണ് ചോദിക്കുക? പ്രധാനമായിട്ടും മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ ജനറൽ സയൻസ്, പിന്നെ കറണ്ട് അഫെയേഴ്സ് ആൻഡ് ജനറൽ അവെയർനെസ്. ജനറൽ ഇംഗ്ലീഷ് ഇല്ല കേട്ടോ, ഇംഗ്ലീഷ് ഇല്ല. എന്തൊക്കെയാണുള്ളത്? മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, കറണ്ട് അഫെയേഴ്സ്, ജനറൽ അവെയർനെസ്. ഇത്രയും കാര്യങ്ങളാണ് CBT 1നുള്ളത്. ഞാൻ പറഞ്ഞു ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. വൺസ് അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ എന്തിനു വിളിക്കും? CBT 2. ഓക്കെ, CBT 2ലാണ് അവിടെ 2 പേപ്പറുകളാണ് ഉള്ളത്. CBT 2ന് എന്താണ്? 2 പേപ്പറുകളുണ്ട്. അതിൽ ഒരു പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ട്രേഡാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ ട്രേഡ് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ ട്രേഡുമായി ബന്ധപ്പെട്ട പ്യൂർലി സബ്ജക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഓർ ടെക്നിക്കൽ പേപ്പറാണ് CBT 2ലെ ഒരു പേപ്പർ എന്ന് പറയുന്നത്. ഒരു പേപ്പർ ഒരു ജനറൽ പേപ്പറാണ്. അതിൽ മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, ഇതിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്തിൽ വരുന്നത്? CBT 2ൽ 2 പേപ്പറുകളുണ്ട്. ഒന്നുകൂടി പറയാം, 2 പേപ്പറുണ്ട്. ഒരെണ്ണം നിങ്ങളുടെ ട്രേഡ് ഏതാണോ ആ ട്രേഡാണ് ഒരു പേപ്പർ വരുന്നത്. മറ്റത് എന്താ വരുന്നത്? ജനറൽ പേപ്പറാണ്. അതിൽ മാത്സ്, റീസണിങ്, പിന്നെ സയൻസ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി CBT 2 ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സൈക്കോമെട്രി എന്ന് പറയുന്നൊരു ടെസ്റ്റും കൂടിയുണ്ട്. സൈക്കോമെട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. പലപ്പോഴും ഉദ്യോഗാർത്ഥികൾക്ക് എളുപ്പമാണെന്ന് തോന്നാറുണ്ട്. പക്ഷേ പലരും, നമുക്കറിയുന്ന പല ഉദ്യോഗാർത്ഥികളും മറ്റ് ടെസ്റ്റുകളൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് സൈക്കോമെട്രി ഫെയിൽ ആവുന്ന ആളുകളുണ്ട്. അതായത് ഒരിക്കലും സൈക്കോമെട്രീനെ വളരെ സിമ്പിളാക്കിയിട്ട് എടുക്കണ്ട. സൈക്കോമെട്രി ആ സമയത്ത് നമ്മളുടെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ അനുസരിച്ചിട്ടൊക്കെ തന്നെയാണ് കുറേയൊക്കെ നമ്മൾ എഴുതുന്നത്. പക്ഷെ അതിന് പ്രാക്ടീസ് ചെയ്യണം. സൈക്കോമെട്രി അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അപ്രോച്ച് പിടികിട്ടുള്ളൂ. പിന്നെ വളരെ കൂളായിട്ട് പരീക്ഷ നേരിടുക എന്നുള്ളതാണ്. മെമ്മറി ബേസ്ഡ് ആണ്. ഓക്കെ, സൈക്കോമെട്രി ടെസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ് സൈക്കോമെട്രി. അപ്പോൾ സൈക്കോമെട്രിയുടെ മാർക്ക് എടുക്കില്ല, അതും ക്വാളിഫയിങ് നേച്ചറാണ്. CBT 2ൻ്റെ മാർക്കാണ് എടുക്കുക. അതായത് ട്രേഡിൻ്റെ പേപ്പർ ഉണ്ടല്ലോ അതും, പിന്നെ ജനറൽ സയൻസും മാത്സും റീസണിങ്ങും ഉൾപ്പെടുന്ന ആ 2 പേപ്പറിൻ്റെ മാർക്കാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എടുക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. ഇനി വൺസ് നിങ്ങൾ ഇതൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ എന്തിനു വിളിക്കും? അതെ, നിങ്ങളെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വിളിക്കും. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സുമായിട്ട് നിങ്ങൾ ചെല്ലണം, എന്നിട്ട് അത് വെരിഫൈ ചെയ്യും. ഇനി വൺസ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ആ ദിവസം തന്നെ ആണ് മാക്സിമം 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, മാക്സിമം ആ ദിവസം തന്നെ നിങ്ങൾക്ക് ഡേറ്റ് തരും. മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയാം. മെഡിക്കൽ ടെസ്റ്റ് ALPയെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ ടെസ്റ്റ് വളരെ ക്രൂഷ്യലാണ്. കാരണം A1 സ്റ്റാൻഡേർഡ്, ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും മികച്ച സ്റ്റാൻഡേർഡാണ് A1 സ്റ്റാൻഡേർഡ്. A1 സ്റ്റാൻഡേർഡുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റാണ് നടത്തുന്നത്. അപ്പോൾ A1 സ്റ്റാൻഡേർഡ് തന്നെ ഉണ്ടായിരിക്കണം.
കണ്ണിൻ്റെയൊക്കെ കാഴ്ച കൃത്യമായിട്ട് പരിശോധിക്കപ്പെടും. കാരണം നിങ്ങൾക്ക് അറിയാലോ, കാരണം ഒരു ട്രെയിനിൻ്റെ അല്ലേ, ഒരു ട്രെയിന് നയിക്കേണ്ട ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് ആയിരക്കണക്കിന് മനുഷ്യജീവൻ നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് അവിടെ ഒരുപാട് പ്രാധാന്യമുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് അവിടെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് A1 സ്റ്റാൻഡേർഡ് നിഷ്കർഷിക്കുന്നത്. അപ്പോൾ കണ്ണിൻ്റെയൊക്കെ ടെസ്റ്റ് കൃത്യമായിട്ട് അവിടെ എടുക്കും. അപ്പോൾ ഏകദേശം മറ്റിപ്പോൾ ഗ്രൂപ്പ് ഡിക്കൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ടെസ്റ്റ് കഴിയും. പക്ഷേ ALPയുടെ ഒക്കെ ടെസ്റ്റ് 2 ദിവസം, ചില ആളുകൾക്ക് 3 ദിവസം വരെ എടുക്കാറുണ്ട്. ചില എവിടെയാണോ നമുക്ക് ടെസ്റ്റ് കിട്ടുന്നതിനൊക്കെ അനുസരിച്ചിരിക്കും. ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. സോ ബേസിക്കലി 2 to 3 ഡേയ്സ് ആണ് ALPയുടെ മെഡിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ മെഡിക്കൽ ടെസ്റ്റും കൂടി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ മെഡിക്കൽ ടെസ്റ്റും കൂടി കഴിഞ്ഞ് ഫൈനലായിട്ടുള്ള ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യലാണ്. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാസത്തെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. 3 മാസം നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ചില ഇതിലൊക്കെ അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ട്രെയിനിങ് നിങ്ങൾ പോകുമ്പോഴേക്കും ട്രെയിനിങ്ങിൽ ചിലപ്പോൾ കുറച്ച് കൂടുതൽ കാലം കൂടി ചിലപ്പോൾ ട്രെയിനിങ് ഒക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇപ്പം നിലവിൽ 3 മാസമാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിൽ തന്നെ 2 മാസം ടെക്നിക്കൽ ട്രെയിനിങ്ങും 1 മാസം റൂൾസ്, റെയിൽവേ റൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ട്രെയിനിങ് ആണ്. ഈ ട്രെയിനിങ് നടക്കുന്നത് പ്രധാനമായിട്ടും 2 സ്ഥലങ്ങളിലായിട്ടാണ്. ഒന്ന് ചെന്നൈയിൽ ആവടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് അല്ലേ. ചെന്നൈയിലെ ആവടിയിൽ വെച്ചിട്ടാണ് ഒരു ട്രെയിനിങ്. പിന്നെ ഒരു ട്രെയിനിങ് ട്രിച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, തിരുച്ചിറപ്പള്ളി അഥവാ ട്രിച്ചിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ട്രിച്ചിയിൽ നടക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ടെക്നിക്കൽ ട്രെയിനിങ് ആണ്. അതായത് നിങ്ങൾ എന്താണോ ചെയ്യാൻ പോകുന്ന ജോലി, ആ ജോലി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ച് തരിക എന്നുള്ളതാണ് ടെക്നിക്കൽ ട്രെയിനിങ്ങിൽ വരുന്നത്. ഈ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായി. അപ്പോൾ ഈ ട്രിച്ചിയിൽ വെച്ച് നടക്കുന്ന ടെക്നിക്കൽ ട്രെയിനിങ്ങിൻ്റെ എക്സാമിൻ്റെ മാർക്കാണ് നിങ്ങളുടെ സീനിയോറിറ്റി പോലെയുള്ള കാര്യങ്ങളെ അടക്കം ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് വളരെ മസ്റ്റാണ്. ട്രെയിനിങ് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യണം. ട്രെയിനിങ്ങിന് നല്ല മാർക്ക് സ്കോർ ചെയ്താലാണ് നിങ്ങളുടെ സീനിയോറിറ്റിയും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി എന്താണ്? ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൽ കുറേ കാര്യങ്ങളുണ്ട് ജോബിൽ. പ്രധാനമായിട്ടും LRS എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ലേൺ റോഡ് ആൻഡ് സിഗ്നൽസ് എന്ന് പറയും. അതായത് നമ്മൾ ലോക്കോ പൈലറ്റിൻ്റെ കൂടെ പോയി അസിസ്റ്റ് ചെയ്യാം. നമ്മുടെ ഈ ട്രെയിനിങ് പീരീഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ആദ്യം പോകുന്നത് ഗുഡ്സ് ട്രെയിനിലായിരിക്കും. അപ്പോൾ ALP ഗുഡ്സ് എന്ന് പറയും. 2 വർഷം ALP ഗുഡ്സ്. അപ്പോഴൊന്നും നിങ്ങൾ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നില്ല കേട്ടോ. നേരെ ഗുഡ്സിൽ പോയിട്ട് വണ്ടി ഓടിക്കുന്നൊന്നും വിചാരിക്കേണ്ട. 2 വർഷം നിങ്ങൾ ALP ഗുഡ്സിലായിരിക്കും. 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സീനിയർ ALP ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സ്പ്രസ്സിലും ഒക്കെ ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യും. ഇവിടെയൊക്കെ ഈ സ്റ്റേജിലൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുക. അതാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാലാണ് ഷണ്ടർ എന്ന് പറയുന്നത്. ഷണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ടർ എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിലെത്തുമ്പോഴാണ്, തസ്തികയിൽ എത്തുമ്പോഴാണ് ആക്ച്വലി നിങ്ങൾ ട്രെയിൻ ഓടിക്കുന്നത്. ഷണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റേഷൻ പരിധിയിലുള്ള സ്റ്റേഷൻ മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള മൂവ്മെൻറ്റ്സ്, അതാണ് ഷണ്ടർ എന്ന് പറയുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്നതിന് അവിടെ വെച്ചിട്ടാണ്, ഷണ്ടറായിട്ടാണ് കേട്ടോ. അതിന് ശേഷമാണ് പിന്നീട് നിങ്ങൾ എന്താവുന്നുള്ളൂ, പിന്നെ നിങ്ങൾ അത് ഓടിക്കുന്നതിന് ശേഷം പിന്നെ ALP ഗുഡ്സ്, ALP പാസഞ്ചർ, പിന്നെ മെയിൽ ഓർ എക്സ്പ്രസ്, ALP മെയിൽ ഓർ എക്സ്പ്രസ്, അങ്ങനെയായിരിക്കും നിങ്ങളുടെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അതായത് ശരിക്കും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ലോക്കോ പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്, വണ്ടി ഓടിക്കാൻ ഓക്കെ ആണോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, ടെക്നിക്കലി എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു അസിസ്റ്റന്റ് ലോക്കോ. അതായത് വളരെ അലേർട്ടായിട്ടിരിക്കുക, സിഗ്നൽസും കൃത്യമായിട്ട് നോക്കുക, വളരെ അലേർട്ട് ആൻഡ് വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഒരു ALPയുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾ ആ ട്രെയിൻ ഓടിക്കാൻ പരിശീലിച്ചതിന് ശേഷം പതുക്കെ മാത്രമേ നിങ്ങൾ എന്തിലേക്ക് പോകുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഒരു ട്രെയിൻ ഓടിക്കുന്നു. ഷണ്ടർ, ആ ഒരു ഷണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റേഷൻ പരിധിയിലുള്ള മൂവ്മെൻറ്റ്സ് മാത്രമാണ്. പിന്നീടാണ് ALP ഗുഡ്സിലേക്ക്, ഗുഡ്സ് ട്രെയിനാണ് ഓടിക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് ഈ പാസഞ്ചർ, പിന്നെ മെയിൽ എക്സ്പ്രസ്സിൽ ഇതിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഡ്യൂട്ടി ടൈം പലരും ചോദിക്കാറുണ്ട്, എത്ര മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ALPയുടെ ഡ്യൂട്ടി നിങ്ങൾ ഇതിലേക്ക് ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നിലവിൽ ശരിക്കും തിയറിറ്റിക്കലി പറയുന്നത് 9 മണിക്കൂറാണ് ജോലി സമയം എന്നാണ്. 9 മണിക്കൂർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ കോഴിക്കോട് നിന്ന് പാലക്കാട് വരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങൾ ഓടേണ്ട റൂട്ട്. ഓക്കെ, കോഴിക്കോട് പാലക്കാട് ആണെങ്കിൽ അറൗണ്ട് 200 കിലോമീറ്റേഴ്സ് തന്നെ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ എന്താണ്
വണ്ടി ഓടിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഒരു ഔട്ട് സ്റ്റേഷൻ, അവിടെ നിങ്ങൾക്ക് റണ്ണിങ് റൂംസ് ഉണ്ടായിരിക്കും. റണ്ണിങ് റൂംസ് എന്നാണ് നമ്മൾ ഈ ലോക്കോ പൈലറ്റ്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യുന്ന റൂമിനെ നമ്മൾ റണ്ണിങ് റൂംസ് എന്നാണ് പറയുക. റെസ്റ്റ് റൂം എന്നോ റണ്ണിങ് റൂം എന്നൊക്കെ പറയും. റണ്ണിങ് റൂം, ഈ റണ്ണിങ് റൂംസ് അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഉള്ള റൂമായിരിക്കും. അതായത് AC പിന്നെ നിങ്ങൾക്ക് ഫുഡൊക്കെ അവിടെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ ആ റണ്ണിങ് റൂംസിൽ നിങ്ങൾക്ക് 8 മണിക്കൂറാണ് റെസ്റ്റ് ടൈം വരുന്നത് കേട്ടോ. 8 മണിക്കൂർ റെസ്റ്റ് ടൈം ഉണ്ട്. അതിനുശേഷം പിന്നെയും നിങ്ങൾ പോകണം. അങ്ങനെയാണ്. അപ്പോൾ ഒരിക്കലും രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയുള്ള ജോലിയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരിക്കും. ട്രെയിനുകൾ അല്ലേ 24/7 ആണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് നൈറ്റ് എടുക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ്, ആ ഒരു കിലോമീറ്റർ വൈസാണ് പോകുന്നത്. അപ്പോൾ മെയിൻ ഇൻകം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സാലറി ബേസിക് വരുന്നത് 19,900 ആണ്. പക്ഷേ ഇതൊക്കെ മാറും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയ പേ കമ്മീഷൻ വരികയല്ലേ. അപ്പോൾ അതുകൊണ്ട് മാറും. ഈ നിങ്ങൾ ബേസിക് പേ നോക്കിയിട്ടല്ല കേട്ടോ നിങ്ങളുടെ സാലറി നോക്കട്ടെ. നിങ്ങൾക്ക് കിലോമീറ്റർ അലവൻസ് ആണ് വരുന്നത്. കിലോമീറ്റർ അലവൻസ് പറഞ്ഞാൽ നിങ്ങൾ ഒരു മാസം നിങ്ങൾ എത്ര ദൂരം വണ്ടി ഓടിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് അലവൻസ് വരുന്നത്. ആ അലവൻസ് ആണ് നിങ്ങളുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ മിനിമം ഇപ്പോൾ നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് മിനിമം കയ്യിൽ കിട്ടുന്നത് 40 to 45K ആണ് നിങ്ങളുടെ കയ്യിൽ ഇൻ ഹാൻഡ് ആയിട്ട് ഇപ്പോൾ നിലവിൽ കിട്ടും. ഓക്കെ, പേ കമ്മീഷൻ വരുമ്പോൾ ഇത് മാറും. നല്ല മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ നിലവിൽ ഇങ്ങനെയാണ്. അപ്പോൾ ALPയുടെ ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ALPയുടെ എക്സാം ഞാൻ പറഞ്ഞു, അതിൽ നിങ്ങൾ മാത്സും റീസണിങ്ങും അതുപോലെ തന്നെ ഫസ്റ്റ് CBT 2ലേക്ക് വേണ്ടിയിട്ട് ജനറൽ സയൻസ്, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. CBT 1ന് വേണ്ടത് എന്താണ്? നമ്മൾ സാധാരണ റെയിൽവേയുടെ എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മാത്സ്, റീസണിങ്, പിന്നെ അതുപോലെ തന്നെ ജനറൽ അവെയർനെസ്, കറണ്ട് അഫയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ നോക്കുക. CBT 2 വരുമ്പോൾ നിങ്ങളുടെ ട്രേഡ് നന്നായിട്ട് പഠിക്കുക. പിന്നെ മാത്സും റീസണിങ്ങും ജനറൽ സയൻസും നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. സൈക്കോമെട്രിക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും അത്യാവശ്യം ചെയ്യുക. നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രോപ്പറായിരിക്കണം. A1 സ്റ്റാൻഡേർഡാണ്. A1 സ്റ്റാൻഡേർഡ് അതിൽ റെയിൽവേയുടെ മെഡിക്കൽ എക്സാമിനേഷൻ ഫോർ ALP വളരെ സ്ട്രിക്റ്റ് ആണ്. അതിലൊരു വെള്ളം ചേർക്കലും ഇല്ല. വളരെ സ്ട്രിക്റ്റ് ആണ്. കാരണം ജനങ്ങളുടെ ജീവിതം വെച്ചിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നിങ്ങളൊരു ITI ഉദ്യോഗാർത്ഥിയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഹോൾഡറാണ്, BTech ഗ്രാജുവേറ്റ് ആണ്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ITI കഴിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഒരു മികച്ച ജോലിയാണ് ALP എന്ന് പറയുന്നത്. ഡിപ്ലോമ ഹോൾഡേഴ്സിനൊക്കെ അത് ഗവൺമെൻറ് സെക്ടറിൽ കിട്ടാവുന്ന ഒരു മികച്ച ജോലിയാണ് ALP എന്ന് പറയുന്നത്. ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്ത് ഓവർ ടൈം എലവൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരം എപ്പോഴും വരില്ല, ഒരിക്കലേ വരുള്ളൂ. അത് കൃത്യമായിട്ട് ഗ്രാബ് ചെയ്യുക. വേഗം പരീക്ഷ നടക്കും, വേഗം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ നടക്കും, വേഗം ജോലിയും കിട്ടും. ഡിലേ ഇല്ലാത്തൊരു കാര്യമാണ് ഈ ALPയുടെ ഒക്കെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം ALP അത്ര അത്യാവശ്യമാണ് റെയിൽവേക്ക്. അതുകൊണ്ടാണ്, റെയിൽവേയുടെ ജീവനാഡിയാണ്. അപ്പോൾ നന്നായിട്ട് ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക, നന്നായിട്ട് മനസ്സറിഞ്ഞ് തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ ജോലി വേണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്കത് കിട്ടും. നിങ്ങളത് വിചാരിക്കണം. വേറെ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പം നമുക്ക് CCയിൽ ക്ലാസ്സുകളുണ്ട്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. CC നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു.